അവർ ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ടിട്ട് പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് വന്നത്. എന്നിരുന്നിട്ട് പോലും എത്തുമ്പോഴത്തേന് 6 മണി കഴിഞ്ഞു. അത്രയും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 6 മണിയോടുകൂടിയാണ് അവർക്ക് എത്താൻ സാധിച്ചത്. പക്ഷേ അവർ വളരെ വലിയൊരു സർവീസാണ് നമുക്ക് തന്നത്. അവർ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. ആൻഡ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും NDRFും വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. ആൻഡ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഓവർവ്യൂ ഒരു ഓവറോൾ സൂപ്പർവിഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 30 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ബോഡി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. ഇത്രയും ഒരു വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. കാര്യം ഇപ്പോഴും അവിടെ പാറ ഇടിയുന്നുണ്ട് ഇപ്പോഴും ആ സ്ഥലത്ത്. അപ്പോൾ അതാണ് ഒരു വളരെ സന്തോഷം ഈ ഒരു കാര്യത്തിൽ. ഇങ്ങനെ ഒരു നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ബാക്കി കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതെ നമുക്ക് അന്വേഷണം തീർച്ചയായിട്ടും. കാര്യം ഒന്ന്, കോറി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 2, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും മീറ്റിംഗ് ഞാൻ മറ്റന്നാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിശദമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും. കോറിയുമായിട്ട് പരാതികളുണ്ട് എന്ന് പറഞ്ഞു. പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിന്റെ വേണ്ട രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. പത്തനംതിട്ട കളക്ടറാണ് മാധ്യമങ്ങളോട് എന്താണ് ഈ രക്ഷാദൗത്യത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ആ മേഖല അവിടെ തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്, പാറമടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തെയൊക്കെ അതിജീവിച്ചാണ് ഈ ദൗത്യം ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്ന് കളക്ടർ പറയുന്നു. അപ്പോഴും 2 ജീവൻ നഷ്ടമായി എന്നത് ഒരു വസ്തുതയായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു.